മുഖ്യമന്ത്രി പിണറായി വിജയനെ വീണ്ടും വെട്ടിലാക്കിയിരിക്കുകയാണ് PR ഏജൻസി. മലപ്പുറത്തെക്കുറിച്ചുള്ള വിവാദ അഭിമുഖത്തിന്റെ ഉള്ളടക്കം നൽകിയത് PR ഏജൻസിയാണെന്നും വിവാദ ഭാഗം അവർ എഴുതി നൽകിയതാണെന്നും ഹിന്ദു ദിനപത്രം വിശദീകരിച്ചു. അഭിമുഖം തെറ്റായി വ്യാഖ്യാനിച്ച് നൽകിയത് തിരുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ കത്തിലാണ് ഹിന്ദു ദിനപത്രം മറുപടി നൽകിയത്. മലപ്പുറം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ 5 വർഷത്തിനിടെ 123 കോടി രൂപയുടെ 150 കിലോ സ്വർണവും ഹവാല പണവും പോലീസ് പിടിച്ചെടുത്തു. ഈ പണം രാജ്യവിരുദ്ധ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി കേരളത്തിൽ എത്തുന്നുവെന്നായിരുന്നു ദ ഹിന്ദുവിൽ പ്രസിദ്ധീകരിച്ച മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. പ്രതിപക്ഷം വിഷയം കത്തിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടു. ഇതോടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടത്. പിണറായി വിജയൻ പറയാത്ത പരാമർശങ്ങൾ അഭിമുഖത്തിൽ വന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തെറ്റായ വ്യാഖ്യാനം വിവാദത്തിനിടയാക്കിയെന്ന് ദ ഹിന്ദുവിന് കത്തും നൽകി. അഭിമുഖത്തിൽ സംസ്ഥാന വിരുദ്ധം ദേശവിരുദ്ധ പ്രവൃത്തി എന്നീ വാക്കുകൾ മുഖ്യമന്ത്രി ഉപയോഗിച്ചിട്ടില്ലെന്നും പരാമർശങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടുവെന്നും അറിയിച്ചു. ദ ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കത്തയച്ചതിന് പിന്നാലെ വിശദീകരണവുമെത്തി. മുഖ്യമന്ത്രി അഭിമുഖത്തിന് തയ്യാറാണെന്ന് PR ഏജൻസിയാണ് അറിയിച്ചതെന്നും സ്വർണ്ണക്കടത്ത് കള്ളപ്പണ ഇടപാട് വിഷയങ്ങളിൽ ചോദ്യം വേണമെന്നാവശ്യപ്പെട്ടുവെന്നും ഹിന്ദു പറഞ്ഞു. അഭിമുഖം അരമണിക്കൂർ നീണ്ടു. മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ് നടന്നത്. അതിൽ ഖേദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശം തൊട്ടുമുമ്പ് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണെന്ന് PR ഏജൻസി പ്രതിനിധി വ്യക്തമാക്കുകയായിരുന്നുവെന്നും ഹിന്ദു വിശദീകരിച്ചു. എന്നാൽ ഈ വിശദീകരണത്തിൽ പ്രതിപക്ഷം വിവാദം അവസാനിപ്പിക്കാൻ ഇടയില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.